ഞാൻ ഡോക്ടർ സ്നേഹ അലസ മെഡിക്കൽ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ENT ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു. നമ്മൾ എല്ലാവരിലും കണ്ടുവരുന്ന ഒരു കോമൺ ആയിട്ടുള്ള കാരണമാണ് കൂർക്കം വലി. കൂർക്കം വലി എന്ന് പറയുമ്പോൾ കൂടുതൽ പേഷ്യൻസും അത് അംഗീകരിക്കാൻ തയ്യാറാകുകയില്ല. കാരണം ഒരിക്കലും നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ കൂർക്കം വലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മുടെ കൂടെ കിടക്കുന്ന ആൾ, അത് ഹസ്ബൻഡ് ആകാം, ഇല്ല പേരൻസ് ആകാം, അവരാണ് അത് കൂടുതൽ മനസ്സിലാക്കുന്നത്, അവരാണ് അത് തിരിച്ചറിയുന്നത്. അവർ പറഞ്ഞാലും വിസമ്മതിക്കും നമ്മൾ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹോസ്പിറ്റലിൽ വരിക, ENT ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സിനെ കാണുക. അവരെ സമീപിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും, നമുക്കുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ട് മാത്രമാണോ കൂർക്കം വലിക്കുന്നത്, ഇല്ല നമ്മുടെ ഹാബിച്വലായിട്ട് നമ്മൾ കൂർക്കം വലിക്കുന്നതാണോ എന്ന് മനസ്സിലാക്കാം. കൂർക്കം വലിക്ക് പല കാരണങ്ങളുണ്ട്. മെയിനായിട്ട് നമ്മൾ കൂർക്കം വലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഉറക്കത്തിൽ നമുക്ക് കുറച്ച് സമയം നമുക്ക് ശ്വാസം കിട്ടായ്ക വരിക, അതാണ് ആപ്നിയ എന്ന് പറയും. ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്നാണ് അതിന് പറയുന്നത്. അതിന് ബേസിക് ഒരു കാരണമാണ് നമ്മുടെ വണ്ണം. നമ്മൾ ഭയങ്കര വണ്ണമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെയിറ്റ് കൂടിയവരാണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയും, നമ്മുടെ ഹൈറ്റിനനുസരിച്ചുള്ള വണ്ണമല്ല നമുക്ക് ഉണ്ട് എന്നെങ്കിൽ, നമ്മൾ അതിൻ്റെ ബോഡി വെയിറ്റ് അല്ലെങ്കിൽ BMI കൂടുതൽ എന്ന് പറയും. അത് കൂടുതലായവർക്ക് കോമൺ ആയിട്ട് കാണുന്നതാണ് ഒരു കൂർക്കം വലി പ്രശ്നം. അങ്ങനെയുള്ളവർക്ക് അവരുടെ നാക്ക്, ടങ് എന്ന് പറയുന്ന സാധനം ഭയങ്കര വലുതായിരിക്കും, ഭയങ്കര ബൾക്കി ആയിരിക്കും. അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ, അല്ലെങ്കിൽ മൂക്കിന്റെ പാലം വളവ്, അത് ഒരു കൂർക്കം വലിക്ക് കാരണമാണ്. മൂക്കിന്റെ പാലം വളവ് വരിക, ഇല്ല മൂക്കിന്റെ പുറകുവശത്ത് അല്ലെങ്കിൽ തൊണ്ടയിൽ എന്തെങ്കിലും ദശവളർച്ച വരിക, ടോൺസിൽ അല്ലെങ്കിൽ അഡിനോയിഡ് എന്ന് പറയുന്ന ദശവളർച്ച വരിക, അങ്ങനെയുള്ള ദശവളർച്ചയിലും കൂർക്കം വലി കോമൺ ആണ്. ഇല്ലെങ്കിൽ നമ്മുടെ താഴെയോട്ട് പോയി കഴിഞ്ഞാൽ, അത് കഴിഞ്ഞാൽ നമ്മുടെ തൊണ്ടയുടെ താഴെയിലോട്ട് പോയി കഴിഞ്ഞാൽ, നമ്മൾ എൻഡോസ്കോപ്പിയിലൂടെ നമ്മൾ പേഷ്യൻസിന് ഒരു മരുന്ന് കൊടുത്ത് അവരെ ഉറക്കത്തിലേക്ക് നയിച്ച്, ഉറക്കത്തിൽ നമ്മളൊരു എൻഡോസ്കോപ്പി പോലത്തെ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അവരുടെ ആ തൊണ്ടയിലൂടെ ഉള്ള തൊലികൾ, രണ്ട് തൊലികളും കൂടിച്ചേരുന്നുണ്ടോ രണ്ട് സൈഡിലും, നമ്മൾ ആൻറ്റീരിയർ കൊളാപ്സ് അല്ലെങ്കിൽ പോസ്റ്റീരിയർ കൊളാപ്സ് അല്ലെങ്കിൽ ലാറ്ററൽ കൊളാപ്സ് എന്ന് നമ്മൾ പറയും. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അതുകൊണ്ടാണോ കൂർക്കം വലി എന്ന് നമ്മൾ ശ്രദ്ധിക്കും. ഇത് കണ്ടുപിടിക്കാനായിട്ട് പല ക്രൈറ്റീരിയാസ് ഉണ്ട്. പല ക്രൈറ്റീരിയസിലൂടെ നമ്മൾ പേഷ്യൻസിനോട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ ക്വസ്റ്റ്യൻസിൽ പേഷ്യൻസ് എങ്ങനെയാണോ ഉത്തരം തരുന്നത്, അതനുസരിച്ചിട്ടാണ് നമ്മൾ അവരെ ഗ്രേഡ് ചെയ്യുന്നത്. അതനുസരിച്ചിട്ടാണ് നമ്മൾ ഈ പേഷ്യന്റിന് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ സിൻഡ്രോം ഉണ്ടോ അല്ലെങ്കിൽ ആ ഡിസീസ് ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഭക്ഷണത്തിന് ശേഷം ഇരുന്ന് ഉറങ്ങാറുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ബുക്ക് വായിക്കുമ്പോൾ ഇരുന്ന് ഉറങ്ങാറുണ്ടോ, നമ്മൾ വണ്ടിയിൽ സഞ്ചരിക്കുമ്പോൾ ഇരുന്ന് ഉറങ്ങാറുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ മദ്യപിച്ചിട്ടില്ല, അതിനുശേഷം മദ്യപിക്കാണ്ട് പോലും നമുക്ക് ഉറക്കം വരുന്നുണ്ടോ, നമ്മൾ കോൺസെൻട്രേഷൻ തെറ്റിപ്പോകുന്നുണ്ടോ, അങ്ങനെ പല പല കാരണങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിച്ച് ആ ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മൾ ഈ ഡിസീസ് ഉണ്ടോ എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആ ഡിസീസിന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ പല കാരണങ്ങളുണ്ട്. ആ പല കാരണങ്ങൾ നമ്മൾ എന്താണോ കാരണമെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ആ കാരണത്തെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. വണ്ണം കൂടുതലാണ് എന്ന് ഡോക്ടർ, അല്ലെങ്കിൽ നമ്മുടെ BMI കൂടുതലാണ് എന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ, ആ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇല്ല അതല്ല വേറെ എന്തെങ്കിലും, മൂക്കിന്റെ പാലത്തിന് വളവ്, അല്ലെങ്കിൽ മൂക്കിന്റെ പുറകുവശത്ത് ദശ, അല്ലെങ്കിൽ മൂക്കിന്റെ വായിൽ ദശ വരുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് സർജറി ചെയ്ത് അതിനെ ട്രീറ്റ് ചെയ്യാവുന്നതാണ്. ഇതിനുള്ള സൗകര്യങ്ങൾ നമ്മുടെ അലസ മെഡിക്കൽ കോളേജിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂർക്കം വലി ഒരു രോഗമാണോ, അതോ രോഗലക്ഷണമാണോ, അല്ല നിങ്ങളുടെ കൂടെ കിടക്കുന്നയാൾ വെറുതെ പറയുന്നതാണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ കൂർക്കം വലി എന്ന് പറയുന്നത് ഒരു രോഗം എന്ന് വിചാരിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. അതിന് നമുക്ക് എന്തുകൊണ്ടാണ് കൂർക്കം വലി എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ആ അസുഖത്തെ നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ്.